ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് അരച്ച ഉടനെ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. അപ്പോൾ ഞാനൊരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പച്ചരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഞാൻ പച്ചരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 കപ്പ് തേങ്ങ ചേർക്കാം. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ 3/4 കപ്പ് റൈസും കൂടെ ചേർക്കാം. അപ്പോൾ ഏത് ചോറായാലും ചേർക്കാം കേട്ടോ. പിന്നെ ഒരു 3/4 കപ്പോളം തേങ്ങാ വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങാ വെള്ളം കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു തേങ്ങയുടെ വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങ ചേർക്കാത്ത ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കുതിരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ റൈസ് ഒന്ന് കുതിരാനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. ഇതൊന്ന് മൂടി നിൽക്കുന്ന ലെവലിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വെള്ളത്തിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. അപ്പോൾ കൂടുതലായിട്ട് വെള്ളം ചേർത്തിട്ട് കുതിർത്ത് വെക്കരുത് കേട്ടോ. അപ്പോൾ അരക്കാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ചേർക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 8 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇനി ഈ റൈസ് ഞാൻ ഇതുപോലെ തന്നെ റൈസും വെള്ളവും എല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ബാക്കിയുള്ള റൈസും കൂടെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ റൈസും ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൂസിലാണ് കേട്ടോ നമ്മുടെ പാലപ്പത്തിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇത് അരച്ച ഉടനെ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അപ്പച്ചട്ടി ചൂടാക്കാൻ വെക്കാം. അപ്പോൾ നല്ല ചൂടായി കിട്ടിയിട്ടുണ്ട്. ഈ അപ്പച്ചട്ടിയിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കാം. ഇനി ഇത് അടപ്പ് വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്യാം കേട്ടോ. ഇനി ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പാലപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ തയ്യാറാക്കിയിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂട്ടത്തിൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ മാത്രമുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനും കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.